എന്റെ സ്ഥലത്തില്ല അല്ലേ? ഞാൻ മുമ്പ് വിളിച്ചു, കിട്ടിയില്ല. സാറ് ചെന്നൈ വരെ പോയിരിക്കുക. ഓ ഓക്കെ. ആ മോളെ, ഞാനിതാ ഹോട്ടലിലെത്തി. ആണല്ലേ? 207 മുകളിലത്തെ ഫ്ലോർ. അത് മതിയോ? അല്ലെങ്കിൽ സൂട്ട് റൂം നോക്കാം. ആ വേണ്ട, ഞാൻ ഇന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യും. ഓക്കെ മാഡം. മോളെ, റൂം നമ്പർ എത്രയാ? 209. ആ ഹലോ ആന്റി. ആ മോളെ, ഞാനിതാ വരുന്നു. ഇതാ മാഡം. ഓക്കെ, താങ്ക്സ്. വെൽക്കം. എന്താ മാഡം? 209 അഞ്ജലിയെ കാണാൻ വന്നതാ. ഇപ്പൊ ആ കേറിപ്പോയത് നന്ദനാണോ? ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല മാഡം. എനിക്ക് അഞ്ജലി ഒന്ന് കാണണം. ഒരു മിനിറ്റ് മാഡം. അതെന്തിനാ ബെല്ല എന്റെ പേര് മാറ്റി പറഞ്ഞേ? ആ, നന്ദന്റെ പേര് പറഞ്ഞ് വെറുതെ ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് കരുതിയാ. ദാ അവിടെ റൂം, വാ. മാഡം, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. മാഡത്തിന്റെ പേര്? ചന്ദ്രമതി. ആ, ഒരു ചന്ദ്രമതി. ഓക്കെ മാഡം, ചെല്ലാൻ പറഞ്ഞു. ഓ ആന്റി മോളെ, വാ ആന്റി വാ. എന്താ മുല്ലേട്ടാ? ഏയ് വലുതായിട്ടൊന്നുമില്ല, ആളുകളുടെ ഓരോ തെറ്റിദ്ധാരണ. സമയം കളയണ്ട, നമുക്ക് പോവാം. മുല്ലേട്ടാ, കാര്യം പറ. അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ല ദേവിക. എന്റെ അടുത്തുനിന്ന് മറക്കാനൊന്നും നോക്കണ്ട. മുല്ലേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം എന്താ സംഭവം നടന്നിട്ടുണ്ട്. അതറിഞ്ഞിട്ട് ഞാൻ കാറി കയറും. അല്ല, ഇസബെല്ലയും നന്ദനും അവിടെ കാറിലുണ്ടായിരുന്നു, അത് വാസ്തവ. മുല്ലേട്ടാ, പക്ഷെ പൊതുജനം പറയുന്നൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണ്ട. ആൾക്കൂട്ടത്തിന് ആഘോഷിക്കാൻ ഒരു ഇര വേണം, ഒരു കുറ്റവാളിയും വേണം. ആണും പെണ്ണും കൂടി ഒരുമിച്ചിരുന്ന എന്തോ കുഴപ്പമാണെന്ന നാട്ടുകാരുടെ കണ്ടുപിടുത്തം. നാട്ടുകാർ പറയുന്നൊന്നും അതേപടി വിഴുങ്ങണ്ട. ദേവിക ടെൻഷൻ ആവണ്ട. ആദ്യം നമുക്ക് നന്ദനോടും ഇസബെല്ലയോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നന്ദൻ ഒരിക്കലും ദേവികയെ വഞ്ചിക്കില്ല. നമ്മൾ ഈ ഊഹങ്ങളും കേട്ടുകേൾവിയും വെച്ച് സംസാരിക്കണ്ട. അവിടെ കാറിലെത്തുന്നതിന് മുമ്പ് ആരൊക്കെയായിട്ട് നന്ദൻ തല്ലുണ്ടാക്കിയത്രേ. ചിലപ്പോ അതിന്റെ വാശിക്ക് ആരെങ്കിലുമൊക്കെ ചേർന്ന് കൊണ്ടുവന്ന ആരോപണമായിരിക്കും ഇത്. എന്റെ കയ്യും കാലും ഒക്കെ തളരാ മുരളേട്ട. നന്ദു തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞ അത് ആരുമായിട്ടാവും? പറഞ്ഞില്ലേ ദേവിക, ഒന്നും വ്യക്തമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. ഇല അനങ്ങിയ പറഞ്ഞു കൊടുങ്കാറ്റെന്നാക്കും ആൾക്കാര്. തൽക്കാലം ദേവിക കയറ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഗിരീഷേട്ടന്റെ വീട്ടിലും എല്ലാരും കാത്തിരിക്കാവും. ആലോചിക്കാനൊന്നുമില്ല, ദേവിക കയറ്. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് ഗിരീഷന്റെ വീട്ടിലേക്ക് പോവാം. എങ്ങോട്ടും എനിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദേവിക, നമ്മളിവിടെ നിൽക്കുന്നത് നല്ലതല്ല.
MLA-യുടെ ഹസ്ബൻഡാണ് കക്ഷിയെന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി. നമുക്ക് വീട്ടിൽ പോവാം. ശരി എന്നാ. ശരി ആന്റി. ആന്റി, ആന്റി എന്താ ഇവിടെ? നന്ദ, ആരാ ഇവള്? ഇതെന്റെ ഫ്രണ്ട് ഇസബല്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ദേവിയുടെ ഫ്രണ്ടാ. ദേവിക അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നത്? നന്ദ, ഇതാരാ? എന്റെ ആന്റിയാ, ബെല്ലാമനങ്ങളുടെ ഭാര്യ. ഓ, ഹലോ ആന്റി. എനിക്കറിയാം, മരണപ്പെട്ടു പോയ മീരയുടെ അമ്മയല്ലേ? ഞങ്ങളിപ്പോ സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷന് വന്നതാ. എവിടെയൊക്കെ വെച്ച ഡിസ്കഷൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇതെന്താ? ഇങ്ങോട്ട് നോക്കി. എന്താ ഇവിടെ പരിപാടി? രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി? കാറിനകത്ത് എന്താണെന്ന്? അതെ, മാന്യവും മര്യാദയുള്ള ആൾക്കാരാ ചുറ്റിലും. അതിനോ? ഇതൊക്കെ വീട്ടിൽ ബെഡ്റൂമിലായിക്കോളണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ ഈ പരിപാടി കാണിച്ചാലുണ്ടല്ലോ, രണ്ടിനെ പിടിച്ച് പോലീസിലേപ്പിക്കും. എന്താടാ ഇത്? ഇതെന്താന്ന്? കാറിൽ നിന്ന് അനാവശ്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് തട്ടിക്കയറുന്നോ? എന്ത് സൂക്ഷിക്കാൻ? ഇല്ലെങ്കിൽ സ്ഥലവും കിട്ടിയില്ല. അനാശാസ്യം കാണിക്കാൻ. ഇതും ഡിസ്കഷൻ ആയിരുന്നോ? അതെ, അതും ഡിസ്കഷന്റെ ഭാഗം തന്നെയായിരുന്നു. ഞാൻ ഇയാളോടല്ല സംസാരിക്കുന്നത്. നന്ദൻ എന്റെ മോനെ പോലെയാ. നേരായ വഴിക്ക് ഇവനെ കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ചുമതലയാ. വഴി തെറ്റിയവരെയല്ലേ നേരായ വഴിക്ക് കൊണ്ടുവരേണ്ടത്? നന്ദൻ കൃത്യമായ വഴിയിൽ നടക്കുന്ന ഒരാള്. ഞാൻ കുട്ടിയോടല്ല സംസാരിക്കുന്നത്. നന്ദ, സോഷ്യൽ മീഡിയയിൽ നിനക്കെതിരെ വരുന്ന വാർത്തകൾ ദേവികയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയോ? നീ വന്നേ, നമുക്ക് വീട്ടിൽ പോവാം. നന്ദ, വാ. ആന്റി, നന്ദൻ എങ്ങും വരുന്നില്ല. ആന്റിയെ കൈവിട്ടെ. നിങ്ങളെപ്പോലുള്ളവര് എല്ലാം വൃത്തികെട്ട കണ്ണുകൊണ്ടേ കാണൂ. നല്ല ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് അവിഹിതം. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ പുറകെ വന്നിരിക്കുക. ഞാൻ ആരുടെയും പിറകെ വന്നതൊന്നുമല്ല. നന്ദ, തനുജയുടെ ഒരു കൂട്ടുകാരി ഇവിടെയുണ്ട്, അഞ്ജലി. അവളെ കാണാൻ വന്നതാ. നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഹോട്ടൽ മുറിയിലെ ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. പാവം ദേവിക, അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് വ്യക്താ. MLA ആയതുകൊണ്ട് ഭർത്താവ് എവിടെ പോണെങ്കിലും ഉത്തരവ് വാങ്ങിക്കണമെന്നാണോ? നല്ല ഫ്രണ്ടാണല്ലോ നിന്റെ കൂടെയുള്ളത്. ഓ, നിങ്ങൾ വലിയ മാന്യതയുള്ള സ്ത്രീയാണല്ലോ. അപരിചിതരായവരുടെ റൂമിലോട്ട്
ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കടന്നു വന്നിട്ട് വെറുതെ വർത്താനം പറയുന്ന കേട്ടില്ലേ? ബെല്ല പ്ലീസ്. കൂടുതൽ സംസാരിച്ചാലേ ശരിയാവില്ല. നന്ദ, നീ വന്നേ, പോവാ നമുക്ക്. നന്ദൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അത് നീയല്ല തീരുമാനിക്കേണ്ടത്. നന്ദ, നീ വന്നേ. ആന്റി, ആന്റി ഇതിൽ ഇടപെടണ്ട. ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടായിക്കോ, ബെല്ലയോട് വേണ്ട. ഈ പ്രായത്തിന്റെ പ്രശ്നമാ. ചെറുപ്പക്കാര് കളിച്ചും ചിരിച്ചും വരുന്നത് കാണുമ്പോ ഒരു കണ്ണുകടി. അതാ അസുഖം. നിർത്തടി. എനിക്കിതിന്റെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ ആരും അല്ലാത്തവളെ ഇവിടെ നിൽക്കുന്നതേ എന്റെ തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മോനെ പോലെ കരുതി ഇവന്റെ മുന്നില് ഞാൻ ഈ ആക്ഷേപം കേൾക്കേണ്ടി വന്നല്ലോ. ഒന്നും പറയുന്നില്ല. പ്ലീസ്. ബെല്ല, ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ആന്റിയോട് ബെല്ല അങ്ങനൊന്നും പറയണ്ടായിരുന്നു. അല്ല, നന്ദനൊന്നും പറയണ്ടായിരുന്നു. കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യുമായിരുന്നു. നന്ദൻ പറഞ്ഞതായിരിക്കും അവരെ കൂടുതൽ വേദനിപ്പിക്കുക. പോട്ടെ, വിട്ടേക്കാം. അല്ല ബെല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നു. അതുപോലെ ചന്ദ്രമതി ആന്റി കണ്ടു. രണ്ടും ഒരുപോലെ പ്രശ്നമല്ലേ? എടാ, നീ ഒന്ന് സമാധാനപ്പെട്, നോക്കാം. ദേവിക, കരയാതിരിക്കെ. എനിക്ക് മരിച്ച മതി മുരളേട്ടാ. ദേവിക, നാട്ടുകാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവര് പൊടിപ്പും തൊങ്ങലും വെച്ച് പലതും പറയും. ഏതോ സാഹചര്യത്തില് നന്ദനും ഇസബെല്ലയും കാറിൽ ഒരുമിച്ചുണ്ടായിരുന്നിരിക്കാം. അല്ലാതെ മോശകരമായ ഒരു പ്രവൃത്തി ഒരിക്കലും നന്ദന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് ദേവിക സംശയിക്കേ വേണ്ട. ഇത്രയും പേര് ഒരുപോലെ പറയല്ലേ മുരളേട്ടാ? ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ് ദേവിക. അവർക്ക് സത്യം എന്താണെന്ന് അറിയണ്ട. ആഘോഷിക്കാവുന്ന രീതിയിൽ ഒരു കുറ്റവാളിയെ കിട്ടിയാൽ മതി. ദേവിക, നാട്ടുകാർ പറയുന്നത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. നന്ദന്റെ സ്വഭാവശുദ്ധി സംശയിക്കണ്ട. കരയാതിരിക്കെ, ആളുകൾ കാണും. ദേ, കാർ കയറ്, നമുക്ക് ഗിരീഷന്റെ വീട്ടിൽ പോവാം. അവിടെ ചെല്ലുമ്പോ ഞാൻ എങ്ങനെ അവിടെ ഉള്ളവരോടും? ഗിരീഷന്റെ വീട്ടില് ഈ ഒരു ടെൻഷൻ ഒന്നും കാണിക്കരുത്. അവർക്കൊരു സംശയം ഉണ്ടാവരുത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങേയറ്റം നാണം കെട്ടായിരിക്കും എനിക്ക് ഇവരുടെ മുൻപിൽ നിൽക്കേണ്ടി വരിക. വല്ല പെണ്ണുങ്ങളുടെയും പിറകെ പോകുന്ന ഒരു പുരുഷന്റെ ഭാര്യ എന്നുള്ള അവസ്ഥ, അതിന്റെ ഒരു ഗതികേട് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുരളേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ദേവിക, ആൾക്കാർ പറയുന്നൊന്നും ആവില്ല സത്യം. അത് വൈകാതെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ദേവിക വെറും വീട്ടമ്മ മാത്രമല്ല, ഒരു MLA കൂടിയാ. ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട ആള് സ്വന്തം പ്രശ്നങ്ങൾ ആലോചിച്ച് കരഞ്ഞോണ്ടിരുന്ന ജനങ്ങളുടെ കണ്ണീർ എങ്ങനെ തുടയ്ക്കാൻ പറ്റും? മുരളേട്ടാ, എനിക്ക് നന്ദനെ ഒന്ന് കാണണം.
നമുക്ക് ആദ്യം രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ ദേവിക അവിടെ ഇറക്കിയിട്ട് തിരികെ വന്ന് നന്ദനെ കണ്ടുപിടിച്ചോളാം. ദേ, കൂടുതലൊന്നും ആലോചിക്കേണ്ട, അങ്ങനെ ചെയ്യാം. ദേവിക ആദ്യം വണ്ടി കയറ്, പ്ലീസ് ഒന്ന് കയറ്. ചന്ദ്രമതി മാഡം, വേഗം കണ്ണുടയ്ക്ക. മാഡം എന്താ ഈ വഴിക്ക്? ഞാനൊരിടം വരെ പോയി മടങ്ങി വരുന്ന വഴിയാ. ദേവികയെ കണ്ട് വണ്ടി നിർത്തിയതാ. ഇതെവിടെ പോയതാ? തനുജയുടെ കൂട്ടുകാര് ഇവിടെ ഒരു ഹോട്ടലിലുണ്ട്. അവരെ കണ്ടിട്ട് വരുന്ന വഴിയാ. ദേവിക എന്താ വിഷമിച്ച പോലെ? ഏയ്, ഒന്നുമില്ല ആന്റി. ദേവികെ, നീ എന്റെ മീരയുടെ സ്ഥാനത്താ. നിനക്കൊരു പ്രയാസം വരികയെന്ന് വെച്ചാ അതെനിക്ക് സങ്കടാ. സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അയ്യോ, അതൊക്കെ വെറുതെ മാഡം. നാട്ടുകാർ ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കുന്ന. നന്ദനും ഇസബല്ലേ എന്തോ ആവശ്യത്തിന് കാർ നിർത്തിയപ്പോ ആൾക്കാർ ചുമ്മാ ബഹളം വെച്ചത്. ശരി, കാർ ഒതുക്കിയിട്ടത് വെറുതെ ആവാം. പക്ഷെ രണ്ടുപേരും കൂടി ഹോട്ടൽ മുറിയിലേക്ക് പോയതോ അത് വെറുതെയാണോ? എന്താ ദേവികെ, നിന്നോട് തുറന്നു പറയുന്നത് കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടിയാ. ഞാൻ ഇസബെല്ലയും നന്ദനെയും ഹോട്ടൽ മുറിയിൽ കണ്ടു. തനുജയുടെ കൂട്ടുകാരെ കണ്ടിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാ തൊട്ടടുത്ത മുറിയില് നന്ദനെയും ഇസബെല്ലയും കണ്ടത്. ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. ഞാൻ ചോദ്യം ചെയ്തപ്പോ നന്ദൻ എന്നോട് തട്ടിക്കേറി. എനിക്കാകെ സങ്കടമായിപ്പോയി. ഞങ്ങള് ഗിരീഷന്റെ വീട്ടിൽ പോകാൻ നിൽക്കായിരുന്നു മാഡം. ദേവികെ, ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ശരി മുരളി. നാട്ടുകാരെന്നുള്ള അവഹേളനത്തിൽ വിഷമിച്ച് അവര് ചിലപ്പോ ഒന്നും പറയണ്ട, എന്നെ സമാധാനിപ്പിക്കാനും നോക്കണ്ട. കാര്യങ്ങള് എവിടേക്കാ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. മുരളിയേട്ടൻ വണ്ടി എടുക്ക. ഞങ്ങള് റോയലിലുണ്ട്, നീ പെട്ടെന്ന് വാ. ഓക്കെ. കെവിൻ ഇപ്പൊ എത്തും, നീ ടെൻഷൻ ആവണ്ട. എനിക്ക് നല്ല ടെൻഷനുണ്ട് ബെല്ല. നന്ദ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എല്ലാ ടെൻഷനും മാറ്റി സമാധാനമായിട്ട് പിരിയാനാ ഞാൻ നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ പിന്നെ ദേ ഇവിടെ ഇരുന്നും ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാലോ? ചന്ദ്രമതി ആന്റി വീട്ടിൽ അറിയിക്കും. അറിയിക്കട്ടെ, നന്ദൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇപ്പൊ തന്നെ നന്ദന്റെ അച്ഛൻ സിദ്ധാർത്ഥൻ അങ്കിള് മീറ്റിംഗ് ആയിട്ട് പലയിടത്തും പോവാറുണ്ടല്ലോ.
ഇപ്പൊ വന്ന ചന്ദ്രമതി ആന്റിയുടെ ഭർത്താവ് മരിച്ചുപോയ ബലരാമൻ, പുള്ളിക്കാരനും പോയിട്ടുണ്ടാവില്ലേ പലയിടത്തും. ഇതിപ്പോ ലോകത്തെ ആദ്യത്തെ സംഭവം പോലെയാ അവര് പറഞ്ഞ. നന്ദനെ കൊച്ചാക്കിയതാ അവര്. ശ്ശേ. വല്ല പറയുന്നൊക്കെ നേര് തന്നെയാ. പക്ഷെ ദേവി അറിഞ്ഞാ അവള് തകർന്നു പോവും. നന്ദനെ മനസ്സിലാക്കുന്നവളാ ദേവികയെങ്കിൽ നല്ല അർത്ഥത്തിൽ എടുക്കണം. നമ്മൾ ഈ ഹോട്ടൽ റൂമിൽ വന്നത് തെറ്റായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിന്നെ ഒന്ന് ഓക്കെയാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഹോട്ടലിലോട്ട് വന്നേ? ഉഫ്, നന്ദൻ 24 മണിക്കൂറും ദേവികയെ ജപിച്ചിരിക്കാതെ കുറച്ചു നേരം നന്ദന് വേണ്ടി ജീവിക്കേ. ദേവി ഒരു പാവ ബല്ല, അവൾക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. എന്നാ പിന്നെ നന്ദൻ പൊക്കോ, നാട്ടുകാരൊക്കെ കാണട്ടെ സോഷ്യൽ മീഡിയയിലെ നായകൻ അടിയും കൊണ്ട് തിരിച്ചു പോകുന്നത്.